വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖറിന് വിലക്ക്. ഭാരവാഹികളെ അറിയിക്കാതെ ഓഫീസ് സന്ദർശനം നിശ്ചയിച്ചതിലാണ് സംഘടനയ്ക്ക് അതൃപ്തി. ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖർ പോവാൻ ഇരുന്നതാണ്. എന്നാൽ ഭാരവാഹികളെ അറിയിക്കാതെ ഓഫീസ് സന്ദർശനം നിശ്ചയിച്ചതിലാണ് സംഘടനയ്ക്ക് അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. കലൂർ പാവക്കുളത്തെ ഓഫീസിലാണ് BJP അധ്യക്ഷൻ എത്താനിരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം പലയിടങ്ങളിലായി സന്ദർശനം നടത്തുന്നു. VHP ഓഫീസിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്തുകൊണ്ടാണ് VHP എതിർപ്പ് ഉയർത്തുന്നതിന് കാരണം? സജിത്ത്, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വികസന സന്ദേശ യാത്ര പല ജില്ലകളിലും പുരോഗമിക്കുകയാണ്. ഇന്ന് ആലപ്പുഴയിലാണ് പരിപാടിയുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് കൊച്ചിയിൽ പരിപാടിയുണ്ട്. ഇതിനിടയിലാണ് എറണാകുളത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ VHP ഓഫീസിൽ വിളിച്ച് ഇങ്ങനെ VHP ഓഫീസ് പാവക്കുളത്ത്, നമുക്കറിയാം പാവക്കുളത്താണ് ഓഫീസ് ഉള്ളത്, പാവക്കുളത്തെ ഓഫീസിൽ സന്ദർശിക്കുന്നു എന്ന വിവരം കൈമാറിയത്. പക്ഷേ VHPയുടെ അതിർത്തി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യമായി VHP ഓഫീസിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അങ്ങനെ എത്തുമ്പോൾ ആ തരത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് VHP അല്ലെങ്കിൽ BHPയുടെ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാക്കളെയും അറിയിച്ചില്ല എന്നുള്ള അതൃപ്തിയാണ്. നമ്മൾ നേരത്തെ VHP നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തുമ്പോൾ അവിടെ ഓഫീസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഓഫീസ് ബോയിയോ മാത്രമാകും ഉണ്ടാവുക. സാധാരണ ഇങ്ങനെയല്ല നടപടിക്രമം. വാട്സപ്പിൽ കൂടി അല്ലെങ്കിൽ കേവലമായ ഒരു അറിയിപ്പ് മാത്രമല്ല, ഈ വാട്സപ്പിൽ കൂടി സന്ദേശങ്ങൾ വന്നപ്പോൾ മാത്രമാണ് തങ്ങൾ അറിഞ്ഞത് എന്നാണ് VHPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു സംഘപരിവാർ സംഘടനയുടെ ഓഫീസിൽ വരുമ്പോൾ കാണിക്കേണ്ട, ആദ്യമായി സന്ദർശനം നടത്തുമ്പോൾ കാണിക്കേണ്ട ഒരു ഔചിത്യം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന പരാതിയാണ് ഉള്ളത്. തൽക്കാലം ആ അതൃപ്തി അദ്ദേഹം അറിയിച്ചു എന്നുമാണ് അവർ ഈ VHP സംഘടനാപരമായി തന്നെ BJP സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് തൽക്കാലം ഇപ്പോൾ സന്ദർശനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും സംഘടനാ ഭാരവാഹികളൊന്നും, സംസ്ഥാന ഭാരവാഹികളൊന്നും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളൊന്നുമില്ല. പലരും പലവിധ പരിപാടികളുമായി പല സ്ഥലങ്ങളിലാണ്. പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ സ്വീകരിക്കേണ്ടതും എന്തെങ്കിലും തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നടക്കേണ്ടതും മറ്റും ആ തരത്തിൽ ഔദ്യോഗിക ഭാരവാഹികളുമായാണ്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വല്ലാത്ത അതൃപ്തി സംഘടനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഈ ഇതുവരെ ക്രിസ്ത്യൻ സംഘടനകളുമായി ബന്ധപ്പെട്ട വലിയൊരു ഓപ്പറേഷൻ കേരളത്തിൽ BJP നടത്തുന്നുണ്ട്. ഇതനുസരിച്ച് ബിഷപ്പുമാരെയും മറ്റും സന്ദർശിക്കാൻ തയ്യാറായി പല സ്ഥലങ്ങളിൽ പോവുകയും അരമനകളിലും മറ്റും എത്തുകയും ചെയ്തു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ ഈ കേരളത്തിൽ നിരവധിയായ സന്യാസിമാരും ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളും മറ്റുമുണ്ട്. ഇവരെ കാണാനോ ഇവരുമായി കാര്യങ്ങൾ പങ്കുവെക്കാനോ ഒന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന പരാതി കൂടി VHPയുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള അസംതൃപ്തിയാണ്. ഇപ്പോൾ അനിൽ വിളയിൽ BHPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽ വിളയിൽ, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. പക്ഷേ സ്വാഭാവികമായും ഒരു സംഘപരിവാർ സ്ഥാപനത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിലെത്തുമ്പോൾ ഒരു മുൻകൂർ അറിയിപ്പ് ഉണ്ടാവേണ്ടതാണ്. അതുണ്ടായില്ല എന്നതാണോ സംഭവിച്ചത്? അത് ഇന്ന് രാവിലെ ഇപ്രകാരം ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ BJPയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് VHPയുടെ കാര്യാലയം സന്ദർശിക്കുന്നതായിട്ട് വാട്സാപ്പിലൊക്കെ ചില മെസ്സേജുകൾ ഞാൻ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ അപ്രകാരം ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്കോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജയ് തമ്പിക്കോ ലഭ്യമായിട്ടില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ VHP കാര്യാലയം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുകളായിട്ടുള്ള ഞങ്ങളാണല്ലോ വേണ്ടത്. അല്ലാതെ VHPയുടെ കാര്യാലയത്തിലെ അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരല്ലല്ലോ അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇന്നത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ചില പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സ്വീകരണം അറേഞ്ച് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അപ്രകാരം ഒരു സന്ദർശനം ഇന്ന് വേണ്ട എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ല, വിലക്ക് എന്ന രീതിയിലല്ല. വിലക്ക് എന്ന് പറയുന്നത് അത് ശരിയായ ഒരു വാക്കല്ല. അങ്ങനെ വിലക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനമൊന്നും വിശ്വ ഹിന്ദു പരിഷത്ത് എടുത്തിട്ടുമില്ല. അപ്രകാരം ഒരു സാഹചര്യമൊന്നും കേരളത്തിലില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ VHP കാര്യാലയം സന്ദർശിക്കുന്നതിന് യാതൊരു വിലക്കും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് വരാൻ ഉള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അത് ഇന്ന് ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ഓരോരോ ഔദ്യോഗികവും അല്ലാത്ത തിരക്കുകളിൽപ്പെട്ട ഓരോ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇന്ന് രാവിലെ അപ്രകാരം ഒരു വാർത്ത കിട്ടിയാൽ
അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിനുള്ള പരിമിതി മനസ്സിലാക്കി ഇന്നത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം മാറ്റി വെക്കണമെന്ന് ഞാൻ അത് കൃത്യമായി നമ്മളുടെ ഓഫീസിലുള്ള കാര്യകർത്താക്കളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ അനിൽ പിള്ളയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചുമതല എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം പിന്നിടുകയാണ്. അദ്ദേഹം സംസ്ഥാനത്ത് വലിയ ക്യാമ്പയിനുകളൊക്കെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും BJPയുടെ ചുമതലയിലെത്തുന്ന ഒരാൾ സംഘപരിവാർ സംഘടനകളുമായി ആശയവിനിമയം നടത്തുക, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടിയാണല്ലോ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ച നടക്കേണ്ടതായിരുന്നില്ലേ അല്പോട് നേരത്തെ? അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ കാരണമായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ അത് മാറ്റിവെച്ചതായിരിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ BJP നേതൃത്വവും വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വവും തമ്മിൽ അപ്രകാരമുള്ള യാതൊരു പ്രശ്നവും തർക്കങ്ങളും ഒന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് യുക്തമായ സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങളുടെ കാര്യാലയം സന്ദർശിക്കാനും ഞങ്ങളുമായിട്ടൊക്കെ കേരള സാഹചര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ നിലവിലുണ്ട്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല. പക്ഷെ ഇന്ന് തിരക്ക് പിടിച്ച് അദ്ദേഹം ഓഫീസിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്താൽ അതിന് ഒരു നല്ല സ്വീകരണം കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അപ്രകാരം ഇന്ന് അദ്ദേഹം വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയത്. ഞങ്ങൾക്ക് ഔദ്യോഗികമായി BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അപ്രകാരം അദ്ദേഹം സന്ദർശിക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ ഏതോ ഒരു BJP കാര്യകർത്താവ് ഞങ്ങളുടെ ഏതോ ഒരു കാര്യകർത്താവിനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഈ ഇപ്പോൾ BJPയുടെ അധ്യക്ഷൻ അവിടെ സന്ദർശനം നടത്തുമ്പോൾ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് അത്തരം ഒരു അറിയിപ്പുകൾ സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടത്? അങ്ങനെയുള്ള ഒരു ഔപചാരികത വലുതായിട്ടൊന്നുമില്ല. നമ്മളൊക്കെ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അദ്ദേഹം വരുന്നെങ്കിൽ തലേ ദിവസം ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും, ഞാനോ സംസ്ഥാന അധ്യക്ഷനോ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റോ ആരെങ്കിലും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ഉണ്ടാകണമല്ലോ. അല്ലാതെ നമ്മുടെ കാര്യാലയത്തിലെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടത്. തലേ ദിവസം ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് അതിന്റെ ക്രമീകരണം ഒരുക്കിയേനെ. ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് എന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടത്. ഈ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം പല മതവിഭാഗങ്ങളെയൊക്കെ കാണുന്നു, പല നേതാക്കളെ കാണുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങളുമായുള്ള വലിയ കൂടിക്കാഴ്ചകളും അവരുടെ ബിഷപ്പുമാരെയൊക്കെ കണ്ടു. പക്ഷേ VHP നേതാക്കളെയോ അല്ലെങ്കിൽ BJPയുമായി വർഷങ്ങളായി ആത്മീയ ബന്ധം, വലിയ ബന്ധമുള്ള, അടിസ്ഥാന ബന്ധമുള്ള സംഘപരിവാർ സംഘടനകളെ കാണാതെ പോകുന്നതിൽ ഒരു അരോചകമായ അവസ്ഥയില്ലേ? തീർച്ചയായിട്ടും BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന് ക്രൈസ്തവ പുരോഹിതന്മാരെയും മുസ്ലിം നേതാക്കന്മാരെയും ഒക്കെ തന്നെ സന്ദർശിക്കുന്ന എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഒരു കാര്യം താങ്കളുടെ ചോദ്യത്തിൽ വ്യക്തമാണ്. ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരുടേതായ ധാരാളം ആശ്രമങ്ങളും സാധാരണക്കാരായ സന്യാസിമാരും ഒക്കെ തന്നെ കേരളത്തിൽ ധാരാളമുണ്ട്. സംസ്ഥാനത്തെ മാർഗദർശക് മണ്ഡലം എന്ന് പറഞ്ഞ സന്യാസി സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനാ സ്വരൂപമാണ്. അത്തരത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ കൂടെ സന്ദർശിക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമായിരിക്കും. അദ്ദേഹം ഇതുവരെ തിരക്ക് കാരണം ചിലപ്പോൾ സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സന്ദർശിച്ച് അവരുമായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ അദ്ദേഹം അവരുമായിട്ടും ഒന്ന് സംസാരിക്കണമെന്നും ഒക്കെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം പറഞ്ഞത് എൻ്റെ ശൈലി BJPയുടെ പഴയ നേതാക്കളുടെ ഒരു ശൈലിയല്ല എന്നൊരു സൂചന അദ്ദേഹം പങ്കുവച്ചു. ഒരുപക്ഷെ ആ ശൈലിയുടെ വിഷയം കൊണ്ടാണോ ഇത് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അപ്രകാരം കാര്യങ്ങളൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണലിസവും ആദർശാനുഭവവും കൂടെ ചേരുമ്പോഴാണല്ലോ അദ്ദേഹം നല്ല ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആ ശ്രമങ്ങൾ ഉണ്ടാവും. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളല്ലേ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. അദ്ദേഹം ഈ പ്രകാരം എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തും. കാരണം അദ്ദേഹം നല്ലൊരു ടെക്നോക്രാറ്റ് ആണല്ലോ. അദ്ദേഹം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ സന്ദർശനവും ഈ വിഷയങ്ങളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ ഇന്ന് അദ്ദേഹം വരുന്നതിനുള്ള ഒരു പ്രയാസമുണ്ട് എന്ന് ഒന്ന് ഔദ്യോഗികമായിട്ട് അതിന്റെ കാര്യകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ സംസാരിച്ചത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ശ്രീ VHPയുടെ ഒരു നേതൃസ്ഥാനത്തിരുന്ന് അനിൽ വിളയിന് പറയാവുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമുക്ക് വ്യക്തമാണ് VHPക്ക് കടുത്ത വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശൈലി താൻ സാധാരണ ഒരു BJPക്കാരനല്ല എന്ന സൂചനയുമായിട്ടൊക്കെയാണല്ലോ അദ്ദേഹം വന്നത്. പക്ഷേ പരമ്പരാഗതമായി BJPക്ക് ഒരു ബാക്ക് ബോണായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളുണ്ട്, അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുണ്ട്. അവരെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നൊരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ ഈ VHP വിഷയം ഉയരുന്നത്?
ഈ VHPയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം സൈത്ത് പറഞ്ഞ പോലെ പറയാതെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ വാക്കുകൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ അറിയാം ആ ഒരു അതൃപ്തിയും ഒക്കെ നിഴലിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരാൾ VHPയുടെ വളരെ പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയായ VHPയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളും ചിട്ടവട്ടങ്ങളും കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ ഒക്കെ ഭാരവാഹികളെ ഔദ്യോഗികമായി അറിയിക്കുക എന്ന രീതി അത് അത്തരത്തിൽ തുടർന്ന് പോകണം എന്നുള്ളത് വ്യക്തമാണ്. അത് സംഭവിക്കാത്തതിന്റെ അതൃപ്തി കൊണ്ടാണ് ഇന്ന് അങ്ങോട്ടേക്ക് താങ്കൾ വരേണ്ട, ഞങ്ങൾ അവിടെ ആരും ഉണ്ടാവില്ല, താങ്കളെ സ്വീകരിക്കേണ്ടി വരിക ഓഫീസ് ബോയോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറിയോ ആരെങ്കിലും ആയിരിക്കും, അങ്ങേരെ അവസ്ഥ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഇന്ന് വരേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയത്. ഇന്ന് വളരെ വ്യക്തമായി തന്നെ എറണാകുളത്തെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ പാവക്കുളത്തെ ഓഫീസ് സന്ദർശനം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എറണാകുളത്തെ ഒരു ജില്ലാ ഭാരവാഹി നേരെ വിളിച്ച് അവിടുത്തെ VHPയുടെ മറ്റു ജില്ലാ ഭാരവാഹിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ഒരു സന്ദർശനമായിരുന്നു. ഇപ്പോൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 1 മാസം പിന്നിടുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഈ സംഘടനാപരമായ പല കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പലതരത്തിലുള്ള ആളുകൾ, അത് അത്തരത്തിൽ അവർക്ക് പല കാര്യങ്ങളിലും പരിചയമില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് വേണം ഇക്കാര്യത്തിൽ വ്യക്തമാക്കാൻ. നേരത്തെ നമുക്കറിയാം BJP സംസ്ഥാന ഘടകത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന, സംസ്ഥാന അധ്യക്ഷന്റെയൊക്കെ ഭാഗമായി ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ സജീവമല്ല. പുതിയൊരു ടീമിനെ തന്നെ നിയമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നേരത്തെ ശ്രീ അനിൽ വിളയിലൊക്കെ പറഞ്ഞതുപോലെ ഹൈന്ദവ സന്യാസിമാരെ കാണാനോ അത്തരം സന്ദർശനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും പുതിയ അധ്യക്ഷൻ തയ്യാറാകുന്നില്ല എന്ന പരാതിയും VHP മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും അത്തരത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഒരുപക്ഷെ VHP ഭാരവാഹികളുമായി, സംസ്ഥാന ഭാരവാഹികളുമായി സംസാരിച്ചേക്കാം. 1-2 ദിവസത്തിനുള്ളിൽ സന്ദർശനവും നടന്നേക്കാം. പക്ഷേ വലിയ അതൃപ്തി VHP സംഘടന എന്ന രീതിയിൽ BJPയെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് സന്ദർശനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികൾ ആരും ഓഫീസിലില്ല. ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഈ അറിയിക്കാത്തതുള്ള അതൃപ്തിയൊക്കെ വല്ലാതെ സംഘടനയ്ക്കുള്ളിൽ നിഴലിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം സയ്യിദ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കത്തിൽ VHPക്ക് അതൃപ്തിയുണ്ട്. അറിയിപ്പില്ലാതെ വേണ്ടത്ര പരിഗണന VHPക്ക് നൽകുന്നില്ല എന്ന ആക്ഷേപം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു.